നമ്മുടെ അങ്കമാലി എം.എൽ.എ. റോജി എം. ജോൺ ഇപ്പോൾ അമേരിക്കയിലാണ്. കെ.പി.സി. പ്രസിഡന്റ് കെ. സുധാകരനും പ്രതിപക്ഷ നേതാവും തമ്മിൽ അതിശക്തമായ ബന്ധമുണ്ടെന്നാണ് റോജി എം. ജോണിൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും അമേരിക്കയിലുള്ള റോജി എം. ജോൺ ഇപ്പോൾ മധു കൊട്ടാരക്കരയുമായി സംസാരിക്കുന്നു. റോജി, വ്യത്യസ്ത ഭാഷാ ശൈലിയിലുള്ള രണ്ട് നേതാക്കൾ സംസാരിക്കുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നാണ് റോജി എം. ജോണിൻ്റെ പക്ഷം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയുമായി റോജി സംസാരിക്കുന്നു. റോജി, കേരളത്തിലെ ഇലക്ഷൻ്റെ കൊടും ചൂടിൽ നിന്ന് നേരെ അമേരിക്കയുടെ കൊടും തണുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളം മുഴുവൻ ഈ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനുള്ള തയ്യാറെടുപ്പ്, അതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ജ്യേഷ്ഠാനുജ ബന്ധങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്, കഥകളുണ്ട്, സിനിമകളുണ്ട്, ഭരതം സിനിമയുണ്ട്. കോൺഗ്രസ് അണികൾക്ക് ഈ പുതിയ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ ഒരു അങ്കലാപ്പുണ്ടോ? അങ്ങനത്തെ അങ്കലാപ്പൊന്നുമില്ല. അത് പ്രത്യേകിച്ച് കെ.പി.സി. പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും അടുത്തറിയാവുന്ന ആളുകൾക്ക് അവരുടെ രണ്ടുപേരുടെയും ശൈലിയും സംസാര രീതിയും ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് കെ.പി.സി. പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വടക്കൻ ഒരു കണ്ണൂർ ശൈലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലുള്ളത് മറ കൂടാതെ പറയുന്ന, വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ അതിന് അദ്ദേഹത്തോട് കൂടുതൽ അടുപ്പം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളെയൊക്കെ ശാസിക്കാനും അതുപോലെ തന്നെ ഉപദേശിക്കാനും ഒക്കെ അവകാശവും അധികാരവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് എല്ലാവരും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഏറ്റവും സൗഹൃദമുള്ള ആളുകളുടെ അടുത്തല്ലേ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അടുപ്പമുള്ള ആളുകളുടെ അടുത്തല്ലേ. ഇപ്പം ഞങ്ങളൊക്കെ തരക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ എം.എൽ.എമാരുണ്ട്. ഞങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പല രീതിയിൽ സംസാരിക്കും, പല വാക്കുകളൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കും. അത് അടുപ്പം ഉള്ളവർ തമ്മിലാണ് അതങ്ങനെയൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ ആ രീതിയിലൊക്കെ അതിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ അമേരിക്കൻ പര്യടനത്തിലുള്ള അങ്കമാലിയിലെ നിയമസഭാംഗം റോജി എം. ജോൺ മധു കൊട്ടാരക്കരയുമായി സംസാരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പര്യടനം വളരെ വിജയമാകട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്.